ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറിനെ അയൺമാൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു റോളിൽ കണ്ടുവച്ചിട്ടുണ്ടോ? അപ്പോൾ അതിനുള്ളൊരു ഉത്തരവായിട്ട് തന്നെയായിരുന്നു നമ്മുടെ മാർവൽ സ്റ്റുഡിയോസ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന കോമിക് കോൺ പാനൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു പാനലിൻ്റെ അകത്താണെങ്കിൽ നമ്മുടെ കെവിൻ ഫെയ്ഗിയും അതുപോലെ തന്നെ നമ്മുടെ റൂസോ ബ്രദേഴ്സും കൂടെ ചേർന്ന് നമ്മുടെ ആ ഒരു അവഞ്ചേഴ്സ് 5 അതുപോലെ തന്നെ അവഞ്ചേഴ്സ് 6 പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഡൂം എന്ന ആ ഒരു വില്ലനെ നമ്മുടെ ഈ ഒരു മൾട്ടിവേഴ്സ് ആകെയിൽ ബിഗ് ബാഡ് ആക്കി പോകുന്നു എന്നുള്ളൊരു കാര്യം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു മൾട്ടിവേഴ്സ് ആകെയിൽ നമ്മുടെ ഡോക്ടർ ഡൂമായിട്ട് ആരാണ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റാരും തന്നെയല്ല, നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ തന്നെയാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ കെവിൻ ഫെയ്ഗി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2025 ഇറങ്ങാൻ പോകുന്ന ഈ മാർവൽ സ്റ്റുഡിയോസിൻ്റെ 3 പ്രോജക്റ്റിനെ പറ്റിയിട്ട് മാത്രമായിരിക്കും അവർ ഈ ഒരു പാനലിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം. പക്ഷേ അതേസമയം അവർ ഒട്ടനവധി സർപ്രൈസുകളായിരുന്നു നമുക്ക് ഈ ഒരു പാനലിൻ്റെ അകത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ആ ഒരു പാനലിൻ്റെ അകത്ത് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവരുടെ അപ്കമിങ് ആയിട്ടുള്ള 2025 ഇറങ്ങാൻ പോകുന്ന 3 മൂവീസിനെ പറ്റിയിട്ട് മാത്രമേ പറയത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ മൂവീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്, അതുപോലെ തന്നെ ഫെൻറ്റാസ്റ്റിക് 4, പിന്നെ നമ്മുടെ തണ്ടർ ബോൾസ് മൂവിയും. അപ്പോൾ നമ്മുടെ ഈ ഒരു പാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് മൂവിയിലെ കാസ്റ്റിൻ്റെ ആൾക്കാരെ ഓരോരുത്തരെ ആയിട്ട് വിളിച്ചുകൊണ്ടായിരുന്നു ആ ഒരു പാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടിം ബ്ലേക്ക് നെൽസൺ എന്ന് പറയുന്ന ആക്ടറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനാണ് നമ്മുടെ MCUവിലെ ലീഡർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് ആണെങ്കിൽ നമ്മുടെ ഒരു വിൻ്റർ സോൾജറിൻ്റെ ആ ഒരു ട്രാക്കിലായിരിക്കും പോകുന്നത് എന്നുള്ളൊരു കാര്യം, ആ പഴയ ട്രാക്കിൽ തന്നെ വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരെ ഒത്തിരി നാൾക്ക് ശേഷം ഈ ഒരു ലീഡർ എന്ന ക്യാരക്ടറുമായിട്ട് റിട്ടേൺ ചെയ്യുന്നതിൽ ഒട്ടനവധി നല്ലപോലെ എക്സൈറ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം സ്റ്റേജിലേക്ക് വരുന്ന നമ്മുടെ ഗിയൻകാർലോ എസ്പാസിറ്റോ ആണ്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു റോള് അവിടെ റിവീൽ ചെയ്യുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് വിങ്ങർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അതായത് ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു സർപ്പൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു അതായത് ഒരു പവറൊക്കെ ഉള്ള ഒരു ടീമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സർപ്പൻ സൊസൈറ്റിയുടെ ലീഡറാണ് ഈ ഒരു സൈഡ് വിൻഡർ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെയാണ് പുള്ളിക്കാരൻ പ്ലേ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഗിയൻകാർലോ എസ്പാസിറ്റോ അവിടെ വെച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഗിയൻകാർലോ എസ്പാസിറ്റോ ചെയ്യാൻ പോകുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ കോമിക്കിലോ അതുപോലെ തന്നെ ലൈവ് ആക്ഷനിലും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ ആ 2 ക്യാരക്ടറിന് ഒരു തരത്തിലും മാച്ച് ചെയ്യുന്നില്ല ലൈവ് ആക്ഷൻ കോമിക്കിലും. ഇപ്പോൾ കോമിക്കിൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അതേസമയം ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ഈ ട്രെയിലറിൻ്റെ അകത്ത് നമ്മൾ കണ്ടപ്പോഴേ അത് നല്ല രീതിക്ക് വ്യത്യാസമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എങ്ങനെ ഇവരിത് ചെയ്യുന്നതെന്നാണ് എനിക്ക് അറിയാത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സർപ്പൻ സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു സൊസൈറ്റിയിലാണെങ്കിൽ അതിൻ്റെ ഒരു മെമ്പറായിട്ട് തന്നെ നമ്മൾ സെത്ത് റോളിൻസ് എന്ന് പറയുന്ന ഒരു WWE സൂപ്പർ സ്റ്റാർ വരും എന്നുള്ള ഒരു റൂമർ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. റൂമറല്ലായിരുന്നു, ആ ഒരു അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസിൻ്റെ ഫുട്ടേജൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പോൾ റീഷൂട്ടും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ സെത്ത് റോളിൻസ് കാണുമെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ പുള്ളിക്കാരനെ ആ ഒരു കോമിക് കോണിൽ വെച്ചൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു മൂവിയിലെ ഒരു ചെറിയ ക്ലിപ്പ് ആ ഒരു കോമിക് കോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഓഡിയൻസിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ക്ലിപ്പിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ള നമ്മുടെ 3rd ഇയേഴ്സ് റോസ് ആണെങ്കിൽ, അഥവാ ഈ തണ്ടർബോൾട്ട് റോസ് ആണെങ്കിൽ ഈ വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു സ്പീച്ച് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പീച്ചിൻ്റെ അകത്ത് ആ ഒരു 3rd ഇയേഴ്സ് റോസ് ആണെങ്കിൽ നല്ല രീതിക്കായിട്ട്, അതായത് നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സെലസ്റ്റിയൽ എന്ന് പറയുന്ന ഒരു വാക്ക് സെലസ്റ്റിയലിനെ അവിടെ മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ 3rd ഇയേഴ്സ് റോസ് പറയുന്നുണ്ട്, ഈ ഒരു സെലസ്റ്റിയൽ ആണെങ്കിൽ അഡമാൻഡിയം കൊണ്ടാണ് ഒരു സെലസ്റ്റിയൽസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്നുള്ളൊരു കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് നമ്മുടെ തണ്ടർബോൾട്ട് റോസ് ആണെങ്കിൽ വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ റെഡ് ഹൾക്കിലേക്ക് ട്രാൻസ്ഫോം ആവുന്ന ഒരു സീക്വൻസും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം സീൻ തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രെയിലറിൻ്റെ ലാസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം സ്റ്റേജിലേക്ക് വരുന്നത് നമ്മുടെ തണ്ടർബോൾട്സ് എന്ന് പറയുന്ന മൂവിക്കകത്ത് കാസ്റ്റിംഗ് ക്രൂവും തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഡേവിഡ് ഹാർബർ ഉണ്ടല്ലോ, നമ്മുടെ ഈ സ്ട്രേഞ്ചർ തിങ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുള്ളിക്കാരനാണ് റെഡ് ഗാർഡിയൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ഫുൾ കോസ്റ്റ്യൂമിൽ തന്നെയായിരുന്നു ഈ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു തണ്ടർബോൾട്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ട് നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ അവിടെ അവർ പറഞ്ഞു തരികയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാർവലിൻ്റെ ഈ ഒരു സൂയിസൈഡ് സ്ക്വാഡ് ആയിട്ടുള്ള ഒരു ടീമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരെയാണെങ്കിൽ ഇവരെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുക, അങ്ങനത്തുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇവരെ ഒരുമിച്ച് എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരു ടീമാക്കിയിട്ട് ഒരു മിഷനിലേക്ക് അയക്കുകയാണ്. അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു തണ്ടർബോൾട്സ് എന്ന് പറയുന്ന മൂവിക്കകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ അവിടെയും നമുക്ക് തണ്ടർബോൾട്സ് മൂവിയുടെ ചെറിയൊരു ക്ലിപ്പ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇവരെല്ലാവരും ഒരു മിഷനിൽ അയക്കുന്ന പോലെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമുക്കത് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണെങ്കിൽ ബേസിക്കലി ഒരു സെറ്റപ്പാണ്. അതായത് അവർ ആ ഒരു മിഷനിലേക്ക് അയക്കുകയും അവർക്ക് തിരിച്ച് വരാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ള, അവർ മരിച്ചു പോകുന്ന പോലത്തുള്ള രീതിയിലായിട്ടുള്ളൊരു മിഷനാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തൊരു മിഷൻ, അവർ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മിഷൻ പോലത്തുള്ളൊരു മിഷനാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ എന്ത് തരത്തിലുള്ള മിഷനാണെന്നുള്ള കാര്യം നമുക്ക് മൂവി കണ്ടാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ ഒരു സ്റ്റേജിലേക്ക് വരുന്ന ലൂയിസ് പുൽമൻ എന്ന് പറയുന്ന ആക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് ഈ ഒരു തണ്ടർബോൾട്സ് മൂവിയിൽ സെൻട്രി എന്ന് പറയുന്ന ക്യാരക്ടറെ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് റൂമറായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിനെ അവർ അവിടെ ബോബ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കോമിക്സിൽ നോക്കുകയാണെങ്കിൽ ഈ സെൻട്രി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു അൾട്ടർ ഈഗോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര്, ആ ഒരു അൾട്ടർ ഈഗോയുടെ പേര് റോബർട്ട് എന്നാണ്. അപ്പം ബോബ് ഫോർ ഷോർട്ടാണ്. ആ ഒരു റോബോട്ടിൻ്റെ പേരിന് ഷോർട്ടായിട്ടാണ് ബോബ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിനെക്കാട്ടി നല്ലത് അവർ കൺഫേം ചെയ്യുന്നത് തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന മൂവിയുടെ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫെൻറ്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോൾ ടൈറ്റിൽ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തണ്ടർബോൾട്സ് മൂവിയുടെ ഒരു ടീസർ പോലത്തുള്ളൊരു സംഭവം അവർ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ആ ടീസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 1960s കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് അവർ കാണിക്കാനായിട്ട് നോക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. അഥവാ ആ 1960s കാലഘട്ടത്തിൽ തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് ആ ഒരു ഫുട്ടേജ് കാണുമ്പോൾ പറയാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ക്ലിപ്പിൻ്റെ അകത്താണെങ്കിൽ നമ്മുടെ റീഡ് റിച്ചാർഡ്സ് ആണെങ്കിൽ കുറച്ച് പിള്ളേർക്ക് കുറച്ച് ക്ലാസ് എടുക്കുന്നതായിട്ടും, പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഒരു കാറ് പോലത്തുള്ള സംഭവം, അതായത് ഒരു സ്പേസ് ഷിപ്പ് പോലത്തുള്ള സംഭവം കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ആ ഒരു ക്ലിപ്പിൻ്റെ എൻഡിങ്ങിനോട് അടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗലാക്ടേഴ്സിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ മാറ്റ് ഷാക്മാൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫാൻറ്റാസ്റ്റിക് ഫോർ മൂവിയുടെ ഡയറക്ടറായിട്ടുള്ള മാറ്റ് ഷാക്മാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു ഫാൻറ്റാസ്റ്റിക് ഫോർ മൂവി ആണെങ്കിൽ ട്രൂ ടു കോമിക്സ് ബുക്ക് ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കോമിക് ബുക്കിൻ്റെ ഈ ഒരു ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഒരു കോമിക് ബുക്ക് സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ച് നല്ല ഒത്തിരി അഡാപ്റ്റേഷനുള്ള ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റിയേക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ കൺഫേം ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ഈ ഒരു ടീം അവഞ്ചേഴ്സിൻ്റെ വരാനായിട്ട് പോകുന്ന 2 മൂവികളിലും വരും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു മാർവലിൻ്റെ പാനൽ തീർന്നെന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അസൈൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈം, അതായത് മാർവലിൻ്റെ ആ ഒരു പാനലിന് കൊടുത്തിട്ടുള്ള ആ ഒരു ടൈമും അവിടെ അപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിന് ശേഷമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ റൂസോ ബ്രദേഴ്സും അതുപോലെ തന്നെ കെവിൻ ഫെയ്ഗിയും വരുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ വെച്ച് നമ്മുടെ കെവിൻ ഫെയ്ഗി അനൗൺസ് ചെയ്യുകയാണ്, അതായത് അടുത്ത വരാൻ പോകുന്ന 2 അവഞ്ചേഴ്സ് മൂവീസും നമ്മുടെ റൂസോ ബ്രദേഴ്സ് ആയിരിക്കും ഡയറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിനുശേഷം അവരാണെങ്കിൽ ആ ഒരു അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് മൂവിയുടെ ആ ഒരു ലോഗോ പുതിയതായിട്ട് അവർ ചേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ലോഗോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലോഗോ നമ്മൾ നോക്കുമ്പം നമ്മുടെ ആ ഒരു സീക്രട്ട് വാർസ് കോമിക്കിൻ്റെ ആ ഒരു ലോഗോയും തമ്മിൽ നല്ല രീതിക്ക് മാച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കളർ റിസംബ്ലൻസ് നല്ല രീതിക്ക് അത് മാച്ച് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനുശേഷം ആ ഒരു മൂവി മെയ് 2027 റിലീസ് ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ അവർ ഒരു സ്റ്റെപ്പ് ഫർദറിലേക്ക് പോയതിന് ശേഷം നമ്മുടെ അടുത്ത, അതായത് ഇനി ഈ ഒരു അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിന് മുന്നേ ഇറങ്ങാനായിട്ടുള്ള ഒരു അവഞ്ചേഴ്സ് മൂവിയുടെ കൂടെ ടൈറ്റിൽ അവർ അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ അവഞ്ചേഴ്സ് ദ കാങ് ഡൈനാസ്റ്റിയിൽ നിന്നും അവഞ്ചേഴ്സ് ഡൂംസ് ഡേ എന്ന് പറയുന്നതായിട്ട് അങ്ങനത്തെ ഒരു ടൈറ്റിലേക്കാണ് അവർ ആ ഒരു മൂവിയുടെ ടൈറ്റിൽ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മൂവി റിലീസാവാനായിട്ട് പോകുന്നത് മെയ് 2026 എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫുള്ളി നമ്മുടെ ഡോക്ടർ ഡൂമിനെ ബേസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും ആ ഒരു അവഞ്ചേഴ്സ് മൂവി ഇറങ്ങാനായിട്ട് പോകുന്നത്. ആ ഒരു ടൈറ്റിൽ കാണുമ്പോൾ, ആ ഒരു കളർ കാണുമ്പോൾ, ആ ഒരു ഫോണ്ടിൽ കാണുമ്പോൾ നമുക്ക് എല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഡോക്ടർ ഡൂം തന്നെയാണ് മെയിൻ വില്ലൻ എന്നുള്ളൊരു കാര്യം. പിന്നീട് അതിനുശേഷം ആ ഒരു ഡോക്ടർ ഡൂമായിട്ട് ആരാണ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം അവർ റിവീൽ ചെയ്യുകയാണ്. അത് മറ്റാരും തന്നെയല്ല, നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം റിവീൽ ചെയ്തതിന് ശേഷം ദ ക്രൗഡ് ജസ്റ്റ് വെൻ ക്രേസി. എല്ലാം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ജസ്റ്റ് ക്രേസി ആയി മാറി എന്നുള്ളൊരു കാര്യം. അതിപ്പോൾ സോഷ്യൽ മീഡിയസിൽ അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫാൻസിൻ്റെ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം RDJ വന്ന ആ ഒരു മാസ്ക് ഒരു റിവീൽ ചെയ്തതിന് ശേഷം പറയുക, വാട്ട് ക്യാൻ ഐ സേ, ഐ ലൈക്ക് പ്ലേയിങ് കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടേഴ്സ് ആൻഡ് ഡോക്ടർ ഡൂം റൈറ്റ് ദെയർ ഈസ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടർ എന്നൊക്കെ പറയുകയാണ്. അപ്പം അതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ക്രൗഡിൻ്റെ ആരും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഒത്തിരി നാളുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു റിട്ടേൺ തന്നെയായിരുന്നു നമ്മുടെ RDJയുടെ റിട്ടേൺ. അയൺമാൻ ആയിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ നമുക്കിപ്പം ഡോക്ടർ ഡൂമിൻ്റെ ആയിട്ടും ഇപ്പം റിട്ടേൺ ആയിട്ട് നമ്മുടെ RDJ വരാനായിട്ട് പോകുന്നുണ്ട്.
അപ്പോൾ മാർവൽ ഇതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്തായാലും ഈ ഒരു ഡോക്ടർ ഡൂം ആണെങ്കിൽ നമ്മുടെ മെയിൻ എർത്ത് 616 MCUവിൻ്റെ ആ ഒരു ഡോക്ടർ ഡൂം അല്ലായിരിക്കും, മറ്റൊരു യൂണിവേഴ്സിലെ ഡോക്ടർ ഡൂമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെനാരിയോ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് മറ്റൊരു യൂണിവേഴ്സിലെ ഈ ഒരു ടോണി സ്റ്റാർക്കിനാണെങ്കിൽ ആ ഒരു ടോണി സ്റ്റാർക്കിൻ്റെ ടൈം ലൈനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്നേക്കാം. അതായത് ഇപ്പം നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ അമ്മയായിരിക്കും നമ്മുടെ ഈ ഒരു ടോണി സ്റ്റാർക്കിൻ്റെ അമ്മ ആ ഒരു യൂണിവേഴ്സിൽ, അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടോണി സ്റ്റാർക്കിന് ആ ഒരു യൂണിവേഴ്സിൽ കുറച്ച് ട്രാജിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് നടക്കുകയാണ്, വിച്ച് ലീഡ്സ് ടു അതായത് നമ്മുടെ ടോണി സ്റ്റാർക്ക് ഡോക്ടർ ഡൂമിലേക്ക് മാറുന്ന ഒരു കാര്യത്തിലേക്ക് അത് നയിച്ചേക്കാം. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഡോക്ടർ ഡൂം ഈ ഒരു മൾട്ടിവേഴ്സിലേക്ക് വലിയൊരു ത്രെട്ടായി മാറുകയും ചെയ്തേക്കാം. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സെനാരിയോ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി വരാനായിട്ട് പോകുന്നത് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ മൂവിക്കകത്താണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലായാലും പോലും നമ്മുടെ ഈ ഒരു RDJയുടെ ഡോക്ടർ ഡൂം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു ജസ്റ്റ് ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു ടീസ് എങ്കിലും നമുക്ക് ലഭിച്ചേക്കാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഡോക്ടർ ഡൂമിനെ അവർ അയൺമാൻ്റെ ഒരു വേരിയൻ്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അത് മാർവലിൻ്റെ ഒരു വലിയൊരു ഡൗൺഫോളിലേക്കായിരിക്കും പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവഞ്ചേഴ്സിൻ്റെ ഈ ഒരു ഗ്രൂപ്പ് ഈ ഒരു അയൺമാൻ്റെ ഒരു വേരിയൻ്റ്, അതായത് ആ ഒരു ഡോക്ടർ ഡൂം എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ കോമിക്സിൽ നോക്കും. അതിന് ജസ്റ്റ് ഒരു അയൺമാൻ്റെ വേരിയൻ്റ് ആയിട്ട് കാണിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അതായത് ഇനിയിപ്പോൾ അവർ ഈവിൾ അയൺമാൻ്റെ വേരിയൻ്റ് ആണ് ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാർവലിൻ്റെ ഏറ്റവും വലിയ ഡൗൺഫോൾ ആയിരിക്കും വരാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പേഴ്സണലി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടൈം ലൈനിൽ എന്തെങ്കിലും പ്രശ്നം വരിക, അതിനുശേഷം ഈ ഒരു ടോണി സ്റ്റാർക്കിന് ഡോക്ടർ ഡൂമായി മാറേണ്ട ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു, അതിനുശേഷം ഒരു മൾട്ടിവേഴ്സിൻ്റെ ഒരു ത്രെട്ട് ഒരു വലിയൊരു ത്രെട്ടായി മാറി എന്നുള്ളൊരു കാര്യം അതൊക്കെ നമുക്ക് പിന്നെ അക്സെപ്റ്റബിൾ ആണല്ലേ. അത് ഈവിൾ വേരിയൻ്റ് എന്നൊക്കെ പറഞ്ഞിറക്കി കഴിഞ്ഞാൽ അത് ഒന്നും തന്നെ നടക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു RDJ തിരിച്ചു വന്നതിൽ നല്ല രീതിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ RDJ ഡോക്ടർ ഡൂം നിങ്ങൾ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം താഴെ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.